കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി തെരഞ്ഞെടുപ്പ് കാലമെത്തുമ്പോൾ വിവാദമാകുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ. ലോകത്ത് തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കേരളത്തിന്റെ സാമൂഹിക ഇടപാടുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് സർക്കാർ സംവിധാനത്തിന് കീഴിൽ നടപ്പാകുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ്. നിരവധി പേർക്ക് പ്രയോജനം ലഭിക്കുന്ന ഇത്തരം പദ്ധതികൾ കേരളത്തിലെ സാമൂഹിക സുരക്ഷയും പ്രാദേശിക വിപണിയിൽ, പ്രത്യേകിച്ച് ഗ്രാമീണ വിപണിയിൽ കേരളത്തിലെ നഗര ഗ്രാമ വ്യത്യാസം വളരെ നേരിയതാണ്. അതുകൊണ്ട് തന്നെ ചെറുതെങ്കിലും വ്യാപകമായ ഇടപെടലിനും വഴിയൊരുക്കുന്നുണ്ട് എന്നാണ് സാമൂഹിക സാമ്പത്തിക നിരീക്ഷകർ ഇത്തരം പദ്ധതികളുടെ സൂക്ഷ്മാർത്ഥത്തിൽ വിലയിരുത്തുന്നത്. മാത്രമല്ല, സാമൂഹിക സുരക്ഷാ പെൻഷൻ തങ്ങളുടെ അവകാശമാണെന്നുള്ള ജനങ്ങളുടെ ബോധ്യവും ഇതിൽ കുടിശ്ശിക വിവാദത്തിന് കൂടുതൽ വഴിയൊരുക്കുന്നുമുണ്ട്. മറിയമ്മക്കുട്ടിയുടെ പെൻഷൻ സമരം മുതൽ KC വേണുഗോപാലിന്റെ കൈക്കൂലി പ്രസംഗം വരെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. കേരളത്തിൽ ക്ഷേമ പെൻഷൻ ഇപ്പോഴും അവസാനിക്കാത്ത വിവാദമായി മാറിയതിന് തുടക്കമായത് 2 വർഷം മുമ്പാണ്. ഇത്രയും ദീർഘകാലം ക്ഷേമ പെൻഷൻ വിവാദങ്ങൾ ഒരിക്കലും നീണ്ടു നിന്നിരുന്നില്ല. 2023 അവസാനിച്ചതോടെ 5 മാസമായി വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ മൺചട്ടിയുമായി ഭിക്ഷയെടുത്ത് പ്രതികരണവുമായി എത്തിയത് അടിമാലി സ്വദേശി 80-കാരിയായ മറിയക്കുട്ടി ചേട്ടത്തിയാണ്. പ്രതിഷേധത്തോടെയാണ് ഏറെക്കാലത്തിനു ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ച വിവാദം ചൂടുപിടിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങി വരുന്ന സമയത്തായിരുന്നു ഇത്. പ്രതിപക്ഷ പാർട്ടികൾ ഈ സമരം ഏറ്റെടുക്കുകയും ചെയ്തു. ഭരണപക്ഷം അതിനെതിരെ രംഗത്ത് വന്നു. മറിയക്കുട്ടിയെ കാണാനും പിന്തുണ നൽകാനും സഹായിക്കാനും കോൺഗ്രസും BJP നേതാക്കളും പുറകെ എത്തിയിരുന്നു. ആരോപണങ്ങളും പഴിയുമായി CPM ഉൾപ്പെടെയുള്ള ഭരണകക്ഷികളും രംഗത്ത് കൊഴുപ്പിച്ചിട്ടുണ്ട്. ആ രംഗം കൊഴുപ്പിച്ചതിൽ അവർക്കും പ്രാധാന്യമുണ്ട്. കേസ് കോടതിയിലെത്തി. ഹൈക്കോടതിയുടെ സർക്കാർ സത്യവാങ്മൂലമൊക്കെയായി തെരഞ്ഞെടുപ്പ് വിഷയവുമായി മറിയക്കുട്ടിയും ക്ഷേമ പെൻഷനും. കോൺഗ്രസ് മറിയക്കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് സമരവേദികളിലും തെരഞ്ഞെടുപ്പ് LDFനെതിരെയുള്ള പ്രചാരണങ്ങളിലും മറിയക്കുട്ടി സജീവമായിരുന്നു. പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത പരിപാടികളിലും മറിയക്കുട്ടി പങ്കെടുത്തു. പിന്നീട് KPCC അവർക്ക് വീടും നിർമ്മിച്ചു നൽകി. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അന്നത്തെ KPCC അധ്യക്ഷൻ K സുധാകരൻ നേരിട്ടെത്തിയാണ് മറിയക്കുട്ടിക്ക് വീടിന്റെ താക്കോൽ കൈമാറിയത്. അതിനുശേഷം കഴിഞ്ഞ മാസം അവർ BJPയിൽ ചേർന്നു. മറിയക്കുട്ടി BJPയിൽ ചേരുന്നതിന് തൊട്ടു മുമ്പാണ് ക്ഷേമ പെൻഷൻ വീണ്ടും വിവാദമാകുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് KC വേണുഗോപാൽ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയായി എന്ന പരാമർശമാണ് വിവാദമായത്. ഈ വിവാദത്തിൽ മാപ്പ് പറയില്ലെന്നും താൻ പറഞ്ഞതിനെ വളച്ചൊടിക്കുകയാണ് ചെയ്തതെന്നും KC വേണുഗോപാൽ പിന്നീട് വിശദീകരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ക്ഷേമ പെൻഷൻ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. സർക്കാർ സാമൂഹിക ക്ഷേമ പെൻഷൻ തുടങ്ങിയത് എങ്ങനെയാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും ചരിത്രം ജവഹർലാൽ നെഹ്റുവിന്റെ സാമൂഹിക കാഴ്ചപ്പാടിൽ നിന്ന് തുടങ്ങിയതാണ്. സാമൂഹിക ക്ഷേമത്തിന് ഭരണഘടനാപരമായി വ്യവസ്ഥകൾ ഇല്ലാതിരുന്നിട്ടും 1950കളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് മാതൃകാ വികസനത്തിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള താക്കോലായി അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതിയിലൂടെ നെഹ്റു സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഇതിനായി 1953 കേന്ദ്ര സാമൂഹിക ക്ഷേമ ബോർഡ് സ്ഥാപിച്ചു. സാമ്പത്തിക വളർച്ച ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ നേരിട്ട് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഭൗതിക വസ്തുക്കളുടെ വിതരണത്തിന്റെ കാര്യത്തിൽ ക്ഷേമ പദ്ധതിക്ക് വളരെ കുറച്ച് ശ്രദ്ധ മാത്രമേ ലഭിച്ചുള്ളൂ. സാമൂഹ്യ ക്ഷേമ പദ്ധതികളെ ആശ്രയിക്കുന്നതിന് പകരം നെഹ്റു സർക്കാർ വ്യവസായവൽക്കരണത്തിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഗ്രാമീണ മേഖലകളെ പ്രവർത്തനം ചെയ്യുന്നതിനായി വർദ്ധിച്ച കാർഷിക ഉൽപ്പന്നത്തെയും കമ്മ്യൂണിസ്റ്റ് വികസന പരിപാടികളെയും സഹകരണ സ്ഥാപനങ്ങളെയും ആശ്രയിച്ചു. നെഹ്റുവിന്റെ കാഴ്ചപ്പാട് മാതൃകാപരമായിരിക്കുമെങ്കിലും ഉച്ചനീചത്വം നിറഞ്ഞു നിന്ന ഇന്ത്യൻ സാമൂഹിക സാഹചര്യങ്ങളിൽ വളർച്ചയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ ഏറ്റവും ദരിദ്ര വിഭാഗങ്ങളിലേക്ക് ഒഴുകിയെത്തിയില്ല എന്നതിനാൽ നെഹ്റുവിന്റെ പ്രതീക്ഷ അസ്ഥാനത്തായി പല സാമൂഹിക സാമ്പത്തിക ഗവേഷകരും നിരീക്ഷിച്ചിട്ടുണ്ട്. കേന്ദ്ര സമീപനം വ്യവസായവൽക്കരണത്തിലും കാർഷിക ഉൽപാദന വളർച്ചയിലും ഊന്നി മുന്നോട്ട് പോയപ്പോൾ അന്നത്തെ സംസ്ഥാനങ്ങൾ തങ്ങളുടെ നിലയിൽ ക്ഷേമ പദ്ധതികൾ ആലോചിക്കാൻ തുടങ്ങി. ഇതിന് തുടക്കം കുറിച്ചത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ മദ്രാസ് ആയിരുന്നു. പഴയ മദ്രാസ് സംസ്ഥാനമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യമായി ഒരു സാമൂഹ്യ ക്ഷേമ പദ്ധതി ആവിഷ്കരിച്ചത് എന്നാണ് സമകാലിക മലയാളം നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച വിവരം. 1954 മുതൽ 1963 വരെ മദ്രാസ് മുഖ്യമന്ത്രിയായിരിക്കെ K കാമരാജ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചത്. പഴയ മദ്രാസ് സംസ്ഥാനത്തിന് കീഴിലായിരുന്നു പിന്നീട് കേരളത്തിന്റെ ഭാഗമായി മാറുകയും
ചെയ്ത മലബാറിലും ഈ ക്ഷേമ പദ്ധതികൾ പ്രതിഫലിച്ചു. 1954 സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മദ്രാസ് സർക്കാർ നടപ്പാക്കിയ ഉച്ചഭക്ഷണ പദ്ധതിയാണ് സാമൂഹിക ക്ഷേമ മേഖലയിലെ ആദ്യ ചുവടുവെപ്പ്. പിന്നീട് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ മാതൃക പിന്തുടർന്നു. കേരളത്തിലെ ക്ഷേമ പദ്ധതികളുടെ തുടക്കം എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിൽ ക്ഷേമ പദ്ധതികളുടെ തുടക്കം എന്ന നിലയിൽ പെൻഷൻ പരിഗണിച്ചാൽ ആദ്യം നടപ്പാക്കിയത് 1962-1964 ആർ ശങ്കർ മന്ത്രിസഭയിലാണ്.